കപ്പിൾ ഡയറക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കുറളിങ്ങാട് പള്ളി വരെ പോവാണ്. കുറളിങ്ങാട് പള്ളി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയാണ്, അത്യാവശ്യം പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ നമുക്ക് കുറളിങ്ങാട് പള്ളിയൊക്കെ ഒന്ന് കാണാം. പിന്നെ നമ്മുടെ കൂടെ അമ്മയുണ്ട്, പിന്നെ നിവ്യുണ്ട്, കൊച്ചുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കുഞ്ഞുകുട്ടിയുണ്ട്, കുഞ്ഞുകുട്ടിയല്ലേ? എല്ലാരെയും കൊച്ചു പള്ളി കൊണ്ടുപോകണം. എല്ലാരും പള്ളി കൊണ്ടുപോകണം. പോണേ പള്ളിയിൽ ഈശമൊക്കെ പോവാടാ. വെക്കട്ടെ, എന്നിട്ട് വരാം അല്ലേ? വീട്ടിൽ പോവാ. വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോകാം. വിഷമൊക്കെ ഇഷ്ടമാണോ കൊച്ചിന്? ഇഷ്ടപ്പാ വിഷമ അല്ലേ? എന്താ ചിരിയ? പള്ളിയിൽ പോകുന്ന വഴിക്ക് ഞാൻ സാധനം കൂടെ മേടിക്കാനായിട്ട് കടയിൽ കയറുകയാണ്. ഏത് കടയില? മറ്റത്തിലോ? ലിസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. പക്ഷെ ഇറങ്ങുവാണ്. കടയില് ലിസ്റ്റ് കൊടുത്തിട്ട് വരും. അല്ല ലിസ്റ്റ് കൊടുത്തിട്ട് വരട്ടെ. എന്നോട്ടാ മോനെ പൊന്നിന്റെ ലിസ്റ്റാണോ? ലിസ്റ്റ് തന്നേക്കാര്. കൊച്ചിനകത്തിന് ലിസ്റ്റ് കൊടുത്തിട്ടിപ്പോ വരും കേട്ടോ. ലിസ്റ്റ് പൊന്നുവിന്റെ ആണ് അങ്ങ് തന്നേക്കാൻ. അപ്പൊ നമ്മൾ ലിസ്റ്റ് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവാം. ശരിക്കണേ നടക്കൊണ്ട് വരാം. ഫ്രണ്ടിൽ പുറകിൽ നിന്നൊക്കെ നിറഞ്ഞു വന്നിരിക്കുന്നു.
ബാബു അവനും ബാബു രണ്ട് കുഞ്ഞ് തന്നെ പോയേക്കല്ലോ കേട്ടോ. ഇതാണ് പള്ളിയുടെ ബാബു മേജർ RP എപ്പിസ്കോപ്പൽ മർത്താ മറിയം ആർക്കിഡിയാക്കോൺ ഗ്രീൻ ചർച്ച് കുറവളിങ്ങാട്. ഇതാണ് നമ്മുടെ ചർച്ചിന്റെ പേര് കേട്ടോ. അതിന്റെ അത് പറയണം, അതിന്റെ പേര്, പള്ളിയുടെ പേര് മൊത്തം. അതിപ്പം ആർക്കും മുഴുവൻ പറയാറില്ല, പരീക്ഷയ്ക്കൊക്കെ വരുന്നുണ്ട്. ഞാനൊന്ന് ഉണ്ടോ? എണ്ണയുണ്ട്, ഒഴിക്കാൻ ഉണ്ടെങ്കിൽ ഒഴിക്കാം. കഴിക്കാൻ പറ്റുമോ? അവിടെ നിന്ന് ഇറങ്ങി നോക്കാം, ഇറങ്ങി വരാം. ആ ഇറങ്ങി വരുമ്പോഴത്തേക്കും നോക്കാം. ഏതാ കൂട്ടാ? ഏതാടാ ഇത്? പള്ളി എന്ത് കൂട്ടാ? പള്ളിയിലേക്കൊക്കെ വരാൻ പള്ളി എത്തി. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. പള്ളിയിൽ പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്തേക്കുവാണ്. നമ്മളിന് നേരെ പള്ളിയിലേക്ക് പോവാണ്. വാ വേഗം വാ. ഇത് ശരി, എൻ്റെ ഫ്രണ്ടിലെ മാസ്ക് വെച്ചത്. മാസ്ക് വെച്ചിട്ടില്ലേ? മാസ്ക് വെച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. ഈ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയുടെ സൈഡിൽ കൂടെ നമ്മൾ എൻട്രൻസ് നേരെ നട കയറാനുള്ള മടി കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പൊമ്മഴ വന്ന് കയറുവാണ് കേട്ടോ. പള്ളിയുടെ രണ്ട് പേർക്ക് തന്നെ നമുക്ക് പള്ളിയുടെ ഫ്രണ്ട് ആദ്യം നോക്കാം, എന്നിട്ട് ഒരു സൈഡായിട്ട് കാണിക്കാം. ലോകപ്രസിദ്ധമായ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താ മറിയം ആർച്ച്ഡീക്കൻ തീർത്ഥാടന ദേവാലയം കുറവളിങ്ങാട്. അപ്പോൾ ഈ ഒരു പേര് എല്ലാവരും ഓർത്തൊക്കെ നല്ലതായിരിക്കും. എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്നതാണ്, ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്നതാണ്. നമ്മുടെ കുറവളിങ്ങാട് പള്ളിയുടെ മുഴുവൻ നാമധേയം എന്താണെന്ന് വെച്ചോണ്ട് കേട്ടോ. കുഞ്ഞിറങ്ങി പോവില്ലേ? ആ അകത്തേക്ക് കയറി ഓടുന്നുണ്ട്. പള്ളിയിൽ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ആർക്കെങ്കിലും പള്ളിയിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിലായിട്ട് നോക്കാം നമുക്ക്. ഫ്രണ്ടിലെല്ലാം ക്ലോസ്ഡാണ്, സൈഡിൽ ചിലപ്പോൾ ഒരു വിൻഡോ എങ്കിലും ഒരു ഡോറെങ്കിലും ഓപ്പൺ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. സൈഡിൽ നോക്കട്ടെ, നമുക്ക് നോക്കാം. ആ സൈഡിൽ ഒരു ഡോർ ഓപ്പൺ ആണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഡോറിൽ കൂടെ പള്ളിക്കകത്ത് കയറാം. പൊന്നു പള്ളിയിലേക്ക് പോവാണ്.
അൾത്താര അടച്ചിട്ടേക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഈ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റിയില്ല. അൾത്താര കുർബാന സമയത്ത് മാത്രമേ ഇപ്പം തുറക്കാറുള്ളൂ. അതിനില്ല അവർ അവിടെയൊക്കെ ഇത് ചെയ്തേക്കുവാണ്. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവർ നമ്മളെ കിട്ടുള്ളൂ. പൊന്നു കൂടിപ്പോയി, അതുകൊണ്ടാണ് പൊന്നിനെ തപ്പി പിടിച്ചത് വരുന്നുണ്ട്. പൊന്നിന് പുറത്തിറങ്ങിയ സന്തോഷമാണ്. എല്ലായിടത്തോടെ ഓടി നടക്കുന്നുണ്ട്, എല്ലാം കാണുന്നിടത്തെല്ലാം ഓടിപ്പോയി കയറുന്നുണ്ട്. അവിടെ നല്ല അടിപൊളി ഒരു പിന്നെ വെണ്ടയ്ക്കയുടെ ഒരു തോട്ടമുണ്ട് കേട്ടോ. എല്ലാവരുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. നല്ല രോഗായിൽ വെച്ചാൽ നല്ല അടിപൊളി വെണ്ടയ്ക്ക. പണ്ട് ഞങ്ങൾ ഈ കപ്പൽ പ്രദർശനമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ നടയിലിരിക്കാറ്. ഇവിടെ നിന്നാണ് കപ്പൽ പ്രദർശനം കാണാറ്. അപ്പം ലോകപ്രസിദ്ധമായ കപ്പൽ പ്രദർശനം ഈ പള്ളിയിലാണ്, കൊള്ളിങ്ങാണ്ട് പള്ളിയിലാണ്. അപ്പോൾ നമ്മളൊരു മ്യൂസിയം ഉണ്ട്. നമുക്ക് മ്യൂസിയം ഒന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, എല്ലാം ക്ലോസ്ഡാണ്. കാരണം ഇപ്പം കൊറോണ സമയം ആയതുകൊണ്ടാണ് ഒന്നുമില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ആക്ച്വലി പക്ഷേ നമുക്ക് മുകളിലത്തെ പള്ളി ഇവിടെ പോകാം. അപ്പോൾ ഈ കൊള്ളിങ്ങാണ്ട് പള്ളി ഇപ്പം നമ്മൾ കണ്ട പള്ളി താഴത്തെ പള്ളിയാണ്. അത് പുതിയ പള്ളി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേതാണ് ഏറ്റവും പഴക്കമുള്ള പള്ളി, പണ്ടുകൊണ്ടായിരുന്ന പള്ളി അതാണ്. നമ്മൾ പോവാണ്. നിങ്ങളോ ദിവ്യ അമ്മയും കൊച്ചും കൂടെ പതുക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ വീട് പതുക്കെ പതുക്കെ കയറി പന്നു. തന്നെ കയറുന്ന തന്നെ കയറ്. പിടിക്കണമേ, പിടിക്കണം. ചെറിയ പള്ളിയുടെയും അകത്ത് കയറ്റത്തില്ല കേട്ടോ. നമ്മൾ അവിടെയും നമ്മൾ അകത്ത് കയറ്റിയില്ല. ആയിരുന്നോ? അപ്പം കൊറോണ സമയം ആയതുകൊണ്ട് നമ്മൾ അകത്ത് കയറ്റത്തില്ല കേട്ടോ. പിന്നെ അടിയിൽ അകത്ത് എന്തോ പണികൾ നടക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കാനുള്ള. അകത്ത് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. പള്ളിക്കകത്ത് നമ്മളെ കയറ്റത്തില്ല. അപ്പോൾ കോവിഡ് കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. എല്ലാവരും കോവിഡിൻ്റെ ആ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പറയാം. ഇനി ഒരു അത്ഭുതം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണാൻ പോകുന്നത് മണിമാളിക. ഈ മണിമാളികയ്ക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്തുണ്ട്. മിത്തിങ്ങനെയാണ്: ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. 1911 ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നും 30,000 രൂപയ്ക്ക് വാങ്ങി കപ്പൽ മാർഗ്ഗമാണ് ഈ മണികളെത്തിച്ചത്. ഏറ്റവും വലിയ മണിക്ക് 1660 കിലോഗ്രാം തൂക്കവും രണ്ടാമത്തെ മണിക്ക് 1173 കിലോഗ്രാം തൂക്കമാണുള്ളത്. മൂന്നാമത്തെ മണിക്ക് 710 കിലോഗ്രാമും. സപ്തസ്വരങ്ങൾ വായിക്കാൻ കഴിയുന്ന ഈ മണികൾ ചവിട്ടിയാണ് അടിക്കുന്നത്. ഇമ്മാനുവൽ, സെൻറ്റ് മേരി മേജർ, സെൻറ്റ് ജോസഫ് എന്നിങ്ങനെയാണ് മണികൾക്ക് പേര് നൽകിയിട്ടുള്ളത്. പിന്നെ റഫറൻറ്റ് ഫാദർ അബ്രഹാം പേപ്പൻബ്ലാക്കിൽ വികാരിക്കാണ് മണികൾ എത്തിച്ചത്. മണികൾ ജർമ്മനിയിൽ നിന്ന് വാങ്ങിയതിൻ്റെ ബില്ലുകൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മിത്തെന്ന് പറയുന്നത്. പിന്നെ വേറൊരു മിത്തെന്ന് പറയുന്നത് ഇതാണ്: ഈ കപ്പൽ മാർഗം വരുന്ന വഴിക്ക് ഈ മണികളിൽ ഏറ്റവും വലിയ മണി, ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു മണിയുണ്ടല്ലോ, ഈ മണിയൊക്കെ ഇതാണ് ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ ഏറ്റവും വലിയ മണിയായിട്ട് കാണുന്നത്.
ജസ്റ്റ് ഒന്ന് കാണിക്കും. ഏറ്റവും വലിയ മണി ഇതാണ് കാണുന്നത്. ഇത് കൂടാതെ ബാക്കിയെല്ലാം ചെറുതാണ്, അതിലും ചെറുതാണ്, അതിലും ചെറുതാണ്. അപ്പോൾ ഇത് കൂടാതെയുള്ള ഈ ഒരു ഇതിലും വലിയൊരു മണി ഉണ്ടായിരുന്നു. ഈ മണി കപ്പൽ മാർഗം വരുമ്പോൾ കപ്പലിൽ നിന്ന് പഴുതി പോയി കടലിൽ വീണു എന്നുള്ളതാണ് ചരിത്രം. ഈ കടലിൽ വീഴുന്നതിൻ്റെ വീണത് ആ സമയത്ത് അപ്പം അങ്ങനെ പോയപ്പം ഒരു മണി നഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. നമ്മൾ കപ്പൽ പ്രദർശനത്തിൻ്റെ സമയത്ത് ഒരു മണി, ആ കടലിൽ പോയ മണി കടലിൽ വെച്ച് തന്നെ അടിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു മണിയുടെ ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. കപ്പൽ മാർഗം വന്നപ്പോഴത് കപ്പലിൽ നിന്ന് വഴി പോവുകയാണ് ചെയ്തത്. അപ്പം നഷ്ടപ്പെട്ടു ആ മണി. അപ്പം ഇവിടുത്തെ നമ്മൾ ഈ 3 ദിവസം ഈ 3 മണികൾ അടിക്കുന്ന സമയത്ത് ചവിട്ടിയാണ് കേട്ടോ ഈ മണികൾ അടിക്കുന്നത്. ആ സമയത്ത് ആ കടലിൽ പോയ മണിയും അടിക്കും എന്നുള്ളതാണ് ഐതിഹ്യം. പിന്നെന്തോ പറയുന്നത് എന്നാ മനെ കഥ അടച്ചിട്ടുണ്ടോ? അത് മനെ കയറാതിരിക്കാണ്, പൊടിയല്ലേ അവിടെ മൊത്തം. അല്ല പെയിന്റിങ് കണക്കും അല്ലേ, അതുകൊണ്ടാണേ വേണ്ടിട്ടുണ്ടോ നമുക്ക് ആകാനേ. താഴത്തെ മറ്റേ പറ്റാത്ത ഉറവയുള്ള കിണർ കാണിച്ചു തരാം. മാതാവിന്റെ ഉറവ കാണിച്ചു തരാം. ഇറങ്ങാം നമുക്ക്. ബാമേ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു അത്ഭുത ഉറവയാണ്. പഠിച്ചോ ആണോ? സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് അപ്പം നമ്മുടെ ഈ ഒരു ചർച്ചിൻ്റെ ഒരു ചരിത്രം കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്താ മറിയം ആർക്കിഡീക്കൻ പിൽഗ്രിം ചർച്ച് നേഴ്സ് ഫ്രം ഹിസ്റ്ററി സ്പോർട്ടിംഗ് ഓഫ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സെഞ്ചുറി AD 1 ദെൻ ഫസ്റ്റ് അപ്പാരീഷൻ ഓഫ് വെർജിൻ മേരി കുറവലിങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് എൻഡ് ഓഫ് 1st century AD, 1st century AD എൻഡിലാണ് എസ്റ്റാബ്ലിഷ് അനുസരിച്ച് ഡിവൈൻ ബൈ മുത്തിയമ്മ 105 അല്ലെങ്കിൽ AD 105. ദെൻ മാർത്തോമ നസ്രാണീസ് ഫ്ലറിഷിംഗ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആർക്കിഡിയേക്കേഴ്സ് ഫ്രം കുറവലിങ്ങാട് പൗലോമറ്റ ഫാമിലി 4th to 17th century. ദെൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു കുറവലിങ്ങാട് നസ്രാണി മഹാസംഗമം നടന്നത് 2019 സെപ്റ്റംബർ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേയൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഈ ഹിസ്റ്ററി ഗവേഷകർക്കൊക്കെ പറ്റുന്ന ഒരു ദേവാലയമാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ആ വായിച്ച സംഭവത്തിൻ്റെ മലയാളത്തിലുള്ള വിവർത്തനം ഇവിടെയുണ്ട്. നമുക്കത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതൊക്കെയാണ് അതിൻ്റെ വിവർത്തനം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്താ മറിയം ആർച്ച്ഡീക്കൻ തീർത്ഥാടന ദേവാലയം എന്നുള്ളതാണ് പേര്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭം 1-ാം നൂറ്റാണ്ട്. പരിശുദ്ധ ദൈവത്തിൻ്റെ ആദ്യ പ്രത്യക്ഷീകരണം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. മുത്തിയമ്മ സ്ഥാനനിർണ്ണയം നടത്തിയ സ്ഥലത്തെ ദേവാലയ സ്ഥാപനം കുറവലിങ്ങാട് പലമറ്റും താർക്കിക. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ റിസർച്ച് നടത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. ഈ ഒരു ഹിസ്റ്ററിയിൽ റിസർച്ച് നടത്തുന്നത് ചർച്ചിനെ പറ്റിയും അല്ലെങ്കിൽ ഈ പഴയ തലമുറയിൽപ്പെട്ട ചർച്ചിനെ പറ്റിയൊക്കെയുള്ള അങ്ങനെ നടത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളുക. ചർച്ചിൻ്റെ പുറകുവശം നമ്മൾ കാണുന്നത് പഴയ ദേവാലയമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകുവശമാണ് കാണുന്നത് നമ്മൾ. ദെൻ ഇവിടെ ഈ കാണുന്ന ഈ സ്ഥലത്താണ് പണ്ടിങ്ങനെ നമ്മുടെ ഈ 3 സമയത്തൊക്കെ ആനയുണ്ടോ, ആനയെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഈ കരിപ്പെട്ടി ശർക്കരയില്ലേ, അത് എന്തോ ഇങ്ങനെ പറയാറുണ്ട്. ആനയുടെ ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാൻ വ്യക്തമായിട്ട് മറന്നുപോയി. അത് ഈ ഒരു സ്ഥലത്താണ് കാണാറ്. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള എനിക്കും വലിയ ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആന കൊണ്ട് നിർത്തും, ആനയുടെ അവിടെ എന്തോ ചെയ്തിട്ട് നമ്മുടെ ശർക്കര എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമാണെന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അതെല്ലാം. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം നമ്മൾ പതുക്കെ ആദ്യത്തെ പള്ളി കയറി ഇറങ്ങുവാണ്. അവിടെ നമ്മളിനി അത്ഭുത ഉറവയുടെ അങ്ങോട്ട് പോവാണ്. അത്ഭുത ഉറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു ഗ്രോട്ടോ ഉണ്ട്.
സോ ഗ്രോട്ടോ നിങ്ങളൊന്ന് കാണിക്കാം. ഇപ്പോൾ ഗ്രോട്ടോ തിരുക്കുടുംബമാണ് ഗ്രോട്ടോ. അതിൻ്റെ ഇപ്പുറത്താണ് അത്ഭുത ഉറവ എന്ന് പറയുന്നത്. അത്ഭുത ഉറവ ഇപ്പം ഇവിടെ കാണുന്ന ഇതിനകത്ത് നേരത്തെ നമുക്ക് കോരി വെള്ളം കുടിക്കായിരുന്നു. ഇവരങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അത്ഭുത ഉറവയുടെ സ്ഥലം. ഇവിടെ ഇതാണ് കുറളിങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യം. ഇതൊരു വിശ്വാസങ്ങളാണ്. അത്ഭുത ഉറവയിൽ നിന്നുള്ള വെള്ളം നമുക്കിവിടെ ഇതിലൊരു ഇവിടെയായിരുന്നു അത്ഭുത ഉറവ. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത്ഭുത ഉറവ എന്നുള്ളത്. മുത്തിയമ്മ പരിശുദ്ധ ദൈവമാത പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് തെളിച്ച് നൽകിയ അത്ഭുത നീരുറവ. ആട് മേയ്ക്കുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞ കുട്ടികൾക്കാണ് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് കല്ല് ഒപ്പമാക്കി നൽകുകയും തിളനീർ തെളിയിച്ചു നൽകുകയും ചെയ്തത്. ഈ ഉറവിൽ നിന്നും ജലം നുകരുന്നതോടെ ആത്മീയ ശാരീരിക സൗഖ്യവും ഉദ്ദിഷ്ട കാര്യത്തിനും ലഭിക്കുന്നതായി അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മുത്തിയമ്മ പാദസ്പർശത്തോടെ അനുഗ്രഹിച്ച ഈ മണ്ണിൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യം ലക്ഷോപലക്ഷങ്ങളാണ് അനുഭവിച്ചിരിക്കുന്നത്. കിണറിന് പ്രദർശനം വയ്ക്കുന്നതും നീന്തുന്നതും ഉദ്ഘാടനത്തിനും വഴിനോക്കുന്ന അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ മണ്ണിലാണ്. അതിൻ്റെ പരവതാനി പോലെ ഒരു നല്ല പുൽത്തകരൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് മുകളിലാണ് നമുക്ക് മീൻ കാണാം. പണ്ട് ഞങ്ങൾ വരുമ്പോഴത്തേനും ഇവിടെ അത്ഭുത ഉറവയൊക്കെ നമുക്ക് വെള്ളം കോരി കുടിക്കായിരുന്നു. ഇപ്പം അത് എനിക്ക് ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. അത്ഭുത ഉറവ അതേ കാണിച്ചു തരാം. കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി. നേരത്തെ നമുക്ക് കോരി അതിൽ നിന്ന് വെള്ളം കുടിക്കായിരുന്നു. ഇപ്പം അതവർ ഐസൊലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് വെള്ളം നമുക്ക് വേറൊരു ടാപ്പ് വഴി നമുക്ക് തരുന്നതാണ്. ഒരിക്കലും പറ്റാത്ത കിണറാണ് ഈ ഉറവ. അപ്പം ഇതാണ് അത്ഭുത ഉറവ. ജസ്റ്റ് ഒന്ന് കാണിക്കാം. വെള്ളമുണ്ട് അതിനകത്ത്. വെള്ളമുണ്ട്. അപ്പം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അത്ഭുത ഉറവ. അത്ഭുത വെള്ളം ജസ്റ്റ് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ചുണ്ടി മുട്ടിക്കാതിരിക്കണമെന്നുണ്ട്. അപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് അവർ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇവിടുന്ന്. എന്നിട്ട് നമ്മളിനി നമ്മളിനി നേരെ സ്ഥിരം പോകാറുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ മീൻകുളം. എല്ലാ പള്ളികളിലും ഉള്ള ഒരു ഇതാണ് മീൻകുളങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് ആ മീൻകുളം ഒന്ന് കാണാം. മീൻകുളം പിന്നെ ഒരു ഇതുണ്ട്, ഒരു ചിരവയുടെ ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം. 7 പേർക്ക് ഇന്ന് ചിരണ്ടാവുന്നൊരു ചിരവയുണ്ട്. ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതാ കാണുന്ന അത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് മീനെ കണ്ടില്ല. മീനെ കണ്ടായിരുന്നെങ്കിൽ അതെ ഇവിടുന്ന് മാറിയത്. അതെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മീനൊന്ന് കാണാം. മീനൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മീനെ. ഇപ്പം ഒന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നേ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് എല്ലാം ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒന്നാമത് കയ്യിൽ അടഞ്ഞു കിടക്കുവാണല്ലോ. അപ്പം അതിൻ്റെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പം എന്നാണെങ്കിലും ഒന്നുമില്ല ഇതിനകത്ത്. ഇപ്പം കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ കൊറോണ സമയത്തൊന്നും വരെ ഇപ്പം ഈ പറഞ്ഞ ഇതൊന്നും ഒരു മീനുണ്ട് കേട്ടോ. മീനുണ്ട് കേട്ടോ. മീനുണ്ട്. പക്ഷെ അധികം ഇല്ല. അടിയിൽ കൂടെ നടക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരാളൊന്നും നോക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. വരുന്നുണ്ട്. നല്ല വലിയ മീനാണ്. പക്ഷെ ഒത്തിരി എണ്ണം ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇച്ചിരി ഉള്ളല്ലേ ഉള്ളൂ. അതെ വലിയ മീനുണ്ട്. പൊന്നു മീനെ കണ്ടുകൂടി വരുന്നുണ്ട്. പൊന്നു മീനെ കണ്ടോ? നല്ല മീൻ. പോണോ അവിടെ? ചുമല റെഡ് മീൻ പോണോ? റെഡ് മീൻ മീൻ അടി കൂടെ പോണം. ചെറിയ മീൻ, വലിയ മീനുണ്ടായിരുന്നു. വലിയ മീനുണ്ടോ? ഇടയ്ക്ക് വരുള്ളൂ ഉള്ളേ. അടി കൊടുക്കണ്ടോ? ഉണ്ടോ?
വേണ്ടില്ലേ അത്? കൊച്ചുണ്ടോ? കുഞ്ഞ് ആട്ടുംകുഞ്ഞ് വെള്ളം മാറാൻ ഒന്നാമത് കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിലേ ഒന്നിനൊന്നും നോക്കാനൊന്നും ആളില്ലായിരിക്കും. ലോക്ക്ഡൌൺ സമയമൊക്കെ അല്ലേ? ആ ഒഴുതൊന്നും പോകണ്ട. ഈ പായലൊക്കെ നമുക്ക് തിന്നാനിട്ടായിരുന്നു. അതേന്നേ. അപ്പം തിരക്കൊഴിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ ആണ് മീൻ വരുന്നുണ്ട്. ചുമലമീൻ ആണ്ട് കറുത്ത മീൻ. അത് ഷാർക്കാന്ന് തോന്നുന്നു. ഷാർക്കാന്ന് തോന്നുന്നു. അതോ കുരുവാടാണ് വളർത്തിയല്ലേ അങ്ങനെ? ഷാർക്കാന്ന്. ഇത് അലങ്കാര ഇതാമേ, മറ്റേതോരല്ലേ? അലങ്കാര മത്സ്യങ്ങളായിരിക്കും. അപ്പൊ ഷാർക്കായിരിക്കും അത്. നല്ല നീളം ഉണ്ടായിരുന്നു. ഷാർക്കാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതിലൂടെ പോകുന്നുണ്ട്. ഒരുത്ത വന്ന് ഞങ്ങൾ പേടിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ചെലവ ഒന്ന് കാണാം. അവിടെ കണ്ട് നമുക്ക് ജസ്റ്റ് പള്ളി നിറങ്ങാം. അവിടെ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മൊത്തം ഒന്നും കാണിക്കാൻ പറ്റില്ല. അന്നത്തെ കാര്യം കൊറോണയുടെ ഒരു സിറ്റുവേഷൻ കൂടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ആ ഇതാ അതൊരു ചെറിയ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വാദ്യപ്പുരയാക്കി മാറ്റി. ഞങ്ങൾ വരുമ്പോഴത്തേനും ഇവിടെ ഒരു ചെലവ ഉണ്ടായിരുന്നു. നീ വിശ്വസിക്കുന്നില്ല, പക്ഷേ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അത് വാദ്യ അത് കളഞ്ഞോ മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. അതെനിക്കൊന്ന് മ്യൂസിയത്തിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു. ആദ്യപ്പുരയാക്കി മാറ്റി. ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നല്ല, നമുക്ക് ജസ്റ്റ് ആ താഴത്തെ കുറച്ച് ഒരു ചെറിയ ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. താഴെ നമുക്ക് തിരി കത്തിക്കത്തുള്ള പിന്നെ എണ്ണ ഒഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് നമ്മുടെ ഒരു ചരിത്രമാണ്. തോമാശ്ലീഹ വന്ന് ജ്ഞാനസ്നാനം നടത്തുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പുറത്ത് കുറച്ച് കലാരൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. മറ്റേതൊരു ഐതിഹ്യമാണ് കേട്ടോ. ഒരു ഐതിഹ്യമുണ്ട്. ബ്രാഹ്മണനെ ഈ പറഞ്ഞ പോലെ ജ്ഞാനസ്നാനം പൊന്നൂട്ടിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആ എന്നോട്ടാ പൊന്നു ഇറങ്ങുകയും കയറുകയും അല്ല പൊന്നുവേ അങ്ങോട്ട് കയറത്തില്ലടോ കൂട്ടാ, ഇങ്ങോട്ട് വന്ന്. പൊന്നു ഇതിലെ ഭയങ്കര ഓടിക്കളിയാണ്. പൊന്നുവിനെ അങ്ങനെ പുറത്തിറക്കാറില്ലാത്തതുകൊണ്ട് പൊന്നുവിന് അപ്രതീക്ഷിതമായൊരു സംഭവം കിട്ടിയപ്പോഴത്തേക്കും പൊന്നു ഓടിക്കളിക്കല്ലേ. പൊന്നു നമുക്ക് താഴെ പോകാം. ബാ, അമ്മ താഴെ കൊണ്ടാകാം പൊന്നപ്പനെ. താഴെ അവിടെ ഒരു എണ്ണ ഒഴിക്കുന്ന സ്ഥലമുണ്ട്. അന്നേരം നമുക്ക് അവിടെ പോയി കാണാം അല്ലേ പിന്നെ? അമ്മ അവിടെ ഇരിക്കുക, നമുക്കേ പോയി കണ്ടിട്ട് വരാം. ഇതെവിടെ കപ്പലൊക്കെ വെച്ചാൽ കാണിച്ചല്ലോ. ഇവിടെ ഒരു കപ്പലൊക്കെ ഉണ്ടായിരുന്നു, കാണാവോ? വെയിലാ, ചെറിയ വെയില്. അപ്പൊ നമുക്ക് പോയിട്ട് പൊന്നിന്റെ ഹെയർ ബാൻഡൊക്കെ എയിലേ പോയോ? ഒന്നും തല വെപ്പിക്കത്തില്ല, എല്ലായിടത്തും ദൂരക്കളയും. നമുക്കേ പള്ളി, നമുക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കാക്കക്ക് ഇടിയപ്പോ ഒന്നും കൊടുക്കത്തില്ല പന്നക്കാക്ക. കിളിയുണ്ടല്ലോ കേട്ടാ. അവിടെ എണ്ണ ഒഴിക്കുന്ന സ്ഥലം കൂട്ടാ. നമ്മൾ പള്ളി വരെ വന്നിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കയറി ഒന്ന് എണ്ണ ഒഴിക്കാം.
കൊടുക്കണ്ട, പൊന്നു കുഞ്ഞല്ലേ. അതെ, ചേട്ടാ അവിടെ ഒഴിക്കാം, പിന്നെ ഒഴിക്കാം. തീ കൊടു, തീ കയറി പിടിക്കല്ലോ. അവിടെയാണോ? ഈ പൊന്നു കുഞ്ഞാണേ, കുഞ്ഞു പിള്ളേര് തീയെ തൊടുവോ? ഇവിടെയൊക്കെ ഈ ഒരു എണ്ണ ഒഴിക്കാനൊക്കെ ഒരു 3-4 റൗണ്ട് ക്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ടാണ് അധികം ആളില്ലാത്തത്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിക്കാം. വളരെ വിശ്വാസപരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് എല്ലാവരും ഓരോരോ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നേർച്ച ഇടുന്ന ഇങ്ങനെ ഒരു തിരി ചുറ്റുവിളക്ക് കത്തിച്ചാൽ അങ്ങനെ പറയും. ചുറ്റുവിളക്ക് കത്തിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ തിരി കത്തിക്കുവാണെങ്കിൽ നമ്മുടെ പല പല അതെ 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 അപ്പം നമ്മുടെ പല പല ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു വിശ്വാസമാണ്. നമുക്ക് ജസ്റ്റ് മുകളിലേക്ക് കയറി പോകാം. അവിടെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ കണ്ടോ, പാർക്കിങ്ങിൻ്റെ അവിടെ കപ്പലിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് പോയി കാണാം. അത് കാണിച്ചില്ലായിരുന്നു. അതിനകത്ത് കുറച്ചൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഈ കൊന്ത, തിരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, എണ്ണ, എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ തന്നെ ഈ ഒരു ചർച്ചിൻ്റെ സ്റ്റോറായിരുന്നു. ഒന്നും ഇപ്പം തുറന്നിട്ടില്ല. കപ്പൽ വെച്ചേക്കണ ആ മുകളിലത്തെ മുറിയിലാണ്. കപ്പലൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊന്നും കയറി കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം, കപ്പലിൻ്റെ കാണാൻ പറ്റും, നമുക്ക് നോക്കാം. കപ്പലെ ജസ്റ്റ് കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പ്രസിദ്ധമായ കപ്പൽ പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന കപ്പൽ. മൂന്ന് നോയമ്പിലെ കപ്പൽ പ്രദർശനത്തിന് കടപ്പൂർ നിവാസികൾ സംഭവിക്കുന്ന കപ്പൽ ഇവിടെ സൂക്ഷിക്കുന്നത്. കടപ്പൂർ നിവാസികൾ എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ ഒരു ഐതിഹ്യമാണ്. ഈ കപ്പലോട്ടത്തിൽ കപ്പൽ പൊങ്ങില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഐതിഹ്യം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ആ കടപ്പൂരുകാർക്കാണ് കപ്പൽ എടുക്കാനുള്ള അവകാശമുള്ളത്. കടപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് മാത്രമാണ് കപ്പലെടുക്കാനുള്ള അധികാരമുള്ളത്. അത് വർഷങ്ങളായിട്ട് പാലിച്ചു പോരുന്ന ഒരു ഐതിഹ്യമാണ്. പാർക്കിംഗ് കപ്പൽ പോലെ കഴിയുന്ന മതിലാണ് കേട്ടോ. എന്നെ കാണാൻ പോയോ? വാ പോ. വണ്ടി കയറാം. പിടിച്ചോ, നടക്കാം നമുക്ക്.
നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് പോവാ. ആ ഭാഷ അതുണ്ടോ? അതെന്നാ അറബിയാണോ? അറബിയല്ല. ഇതെന്നാ ഭാഷയാണ് പ്രത്യേക സമ്മാനം ഉണ്ടാക്കുന്നത്. ഇത് വായിക്കാൻ അറിയുന്നവർക്ക് പ്രത്യേക സമ്മാനമുണ്ട്. ഇത് അറമായ ഭാഷ എഴുതിയില്ല. ഈ സംസാരിച്ച ഭാഷയാണ് ഉദ്ദേശിച്ചത്. പോവാമേ പോകുന്നില്ല പോണ്ടെന്ന് അമ്മേനെ കുഞ്ഞു വരുന്നില്ലെന്ന്. അല്ലെങ്കിൽ ഇത് നിൽക്കുക ഓടുവാണ്. വിട്ടു. അതെ അതെ, ഇതിപ്പോ ആളില്ലാത്തോണ്ട് കുഴപ്പമില്ല. അതെ, അതാ ഞാൻ ഓർക്കുന്നത്. നടത്ത നമ്മളും എടുത്തു. നടത്ത കടയിൽ കയറാൻ മുട്ടായി മേടിക്കായിരിക്കും. അത് മാത്രമേ കൊച്ചിനെ വരുത്താൻ പറ്റിയൊരു വാക്കുള്ളൂ, മുട്ടായി. അല്ല വന ഗ്രോട്ടോ എടുത്തല്ലോ. മീനിന്റെ ആട്ടം എടുത്തായിരുന്നു. നമ്മൾ പോവാന്ന് പറഞ്ഞാലേ കൊച്ചെ. ഏതാ അതാണോ? കുറേലങ്ങാട് ഇത്ര എടുക്കൂലേ? ഇത് പള്ളിയുടെ പരിശോധല്ലേ? രണ്ടല്ലേ മൂന്നെണ്ണം ഉണ്ടോ? മേളിലും താഴെയും തോന്നല്ലേ? മൂന്നെണ്ണം ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. പിന്നെ കയറിക്കോ. കയറ്റി വിടാം. ചെരുപ്പ് ചവിട്ടി അല്ലാത്ത ഓൾറെഡി ചവിട്ടാൻ കൂടെ ചെയ്തോ. അടഞ്ഞാവോ? ഞാൻ ഇതാണ് ഗേൾസ് സ്കൂള് ആണോ? LP ഓട്ടായി ഇല്ല മോനെ. പക്ഷെ എന്നാ വേണ്ടേ? പിന്നെ എന്നാ വേണ്ടേ? മുട്ടായി മാത്രം. അപ്പൊ ഈശോമേനെ ഇനി എപ്പോഴാ വന്ന് കാണുന്ന കൊച്ച? നാളെയോ? ഏതാ? രണ്ട് സൈഡിലാ അല്ലേ? സാധനങ്ങൾ മേടിക്കാനായിട്ട് ചാനക്കടയിലോട്ട് ഇറങ്ങുവാണ്. തുറക്കാൻ പറ്റുന്നുണ്ടോ? ഓണം തുറക്കാൻ പറ്റണ്ടേ?